ഹായ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അത് ഇഷ്ടമായി വിചാരിക്കണു. അതുപോലെ തന്നെ ഇന്നും സിമ്പിളായിട്ടുള്ള ഒരു ഓൾ ഡെക്കറാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നൊരു സംഭവം കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം വേണ്ടത് ക്രാബിൻ്റെ ഷെല്ലാണ്. നല്ലോണം വാഷ് ചെയ്തിട്ടുള്ളതാണ്, 4 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വെള്ളം, ഗ്ലൂ ഗൺ, കുറച്ച് പെയിൻറ്റ്, പിന്നെ നൂല്, പിന്നെ കുറച്ച് ബ്രഷും ഒരു പെൻസിലും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രാബിൻ്റെ ഷെല്ലിൽ പെയിൻറ്റ് കൊടുക്കാം. 4 പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് 4 ചെയ്യണം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം ബാക്കി. 4 നമ്മൾ പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞു. എല്ലാം ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒട്ടിക്കണം. കാരണം അത് അത്ര ബലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതിൻ്റെ ബാക്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കാം. ഇതിപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്രാബ് ഷെല്ലിൻ്റെ ബാക്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വോൾ ഡെക്കറായിട്ട് ഇത് ഹാങ് ചെയ്തിടുമ്പോൾ ഒരു കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ലാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. കാരണം വെയിറ്റ് ഇല്ലാത്ത സംഭവമല്ലേ, അതുകൊണ്ട് കുറച്ച് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ളിൽ ബാക്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി 2 ഉള്ളിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് വൈറ്റ് കളറാണ്. ഞാൻ ഈ പെൻസിൽ ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ഡോട്ട് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാനത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഡിസൈനൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും സ്വന്തം ഡിസൈൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.
ഇത് നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 3 നമുക്ക് ചെയ്യാം. 4 ഒരേപോലെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപോലെ തന്നെയാണ് ഡിസൈൻസ് ഒക്കെ കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. അത് ഞാനൊരു കഷ്ണം ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ബീഡ്സോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാണുന്ന പോലത്തെ സംഭവങ്ങളോ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് അതിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ഇതിൻ്റെ ബേക്കിൽ വെച്ച് ഒട്ടിക്കാം. അതെല്ലാം കറക്റ്റ് ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഇല്ല വെച്ചാൽ സൂപ്പർ ഗ്ലൂ പോലത്തെ പശ യൂസ് ചെയ്താൽ മതി. നമുക്കിനി ഒട്ടിക്കാം. എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വോളിൽ തൂക്കി വെക്കാം. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.